നാളത്തെ ദിവസം നമ്മളെല്ലാവരെയും സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര ദിനമാണ്. UDF സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വമ്പൻ വാഗ്ദാനമായ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന പദ്ധതി നടപ്പാക്കി തുടങ്ങുന്നു. പ്രൗഢോജ്വലമായ ഉദ്ഘാടന ചടങ്ങുകൾക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഏതൊക്കെ ബസ്സിൽ എങ്ങനെ യാത്ര സൗജന്യം എന്ന് നമുക്ക് അറിയാം. അപ്പോൾ എല്ലാ യാത്രക്കാരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് പറയാം. ആനുകൂല്യങ്ങൾ എങ്ങനെ, ആർക്കെല്ലാം സൗജന്യ യാത്ര, കൂടെ കുടുംബമുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് വേണോ, ഏതെല്ലാം ബസ്സുകളിൽ ഇങ്ങനെ പല സംശയങ്ങളുണ്ടാകും. അപ്പോൾ അതിനെല്ലാമുള്ള കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാമാണ് എന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, സൗജന്യ യാത്ര ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം നാളെ രാവിലെയാണ് സൗജന്യ യാത്ര ആരംഭിക്കുന്നത് എന്നുള്ളത്. ജൂൺ 15 രാവിലെ 8:30 മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനുശേഷം രാവിലെ 9 മണിയോടെ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. അതിനു മുൻപ് ബസ്സിൽ കയറുന്നവർക്ക് സൗജന്യം ലഭ്യമല്ല. നാളെ മുതലാണ് ഈ ഒരു സൗജന്യ യാത്ര ആരംഭിക്കുന്നത് എന്ന് വെച്ചാലും ഈ 9 മണിക്ക് മുൻപ് ബസ്സിൽ കയറി യാത്ര ചെയ്യാം എന്ന് വിചാരിക്കേണ്ട. സൗജന്യമായിട്ട് ഈ ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും സൗജന്യ യാത്ര ലഭ്യമാകുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സൗജന്യ യാത്രയ്ക്കും ടിക്കറ്റ് നിർബന്ധമാണ് എന്നുള്ളതാണ്. നമ്മൾ സൗജന്യ യാത്രയാണല്ലോ, അതുകൊണ്ട് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട, ആരോടും ഒന്നും പറയേണ്ട, അങ്ങനെയല്ല. അതിനും ടിക്കറ്റ് വേണം. സാധാരണ ടിക്കറ്റ് എടുക്കുന്നത് പോലെ തന്നെ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞ് 0 ടിക്കറ്റ് ആണ് എടുക്കേണ്ടത്. ഈ ടിക്കറ്റിൽ 0 എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുക സൗജന്യ യാത്രയുടെ ടിക്കറ്റിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യാത്രാ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കുറച്ച് മുൻപ് ഇറങ്ങണം, അല്ലെങ്കിൽ പറഞ്ഞ സ്റ്റോപ്പിനേക്കാൾ കുറച്ച് മറ്റൊരു സ്റ്റോപ്പിലാണ്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലും ആശങ്ക വേണ്ട. ഏതെങ്കിലും സാഹചര്യത്തിൽ ടിക്കറ്റ് എടുത്ത സ്ഥലം കഴിഞ്ഞാണ് ഇറങ്ങേണ്ടത് എങ്കിലും, ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിന് മുൻപാണ് ഇറങ്ങേണ്ടതെങ്കിലും ആ വിവരം കണ്ടക്ടറെ അറിയിച്ചാൽ മതി. അവിടെ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. നമ്മൾ ആ സമയത്ത് കണ്ടക്ടറോട് പറഞ്ഞാൽ മതി എനിക്ക് ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യം. ഇനി നമ്മുടെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കുട്ടികളെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒക്കെ സംശയമുണ്ട്. അത് പെൺകുട്ടിയാണെങ്കിൽ ഈ യാത്ര സൗജന്യം തന്നെയായിരിക്കും. ഇനി ആൺകുട്ടിയാണെങ്കിൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് സാധാരണയായിട്ട് എല്ലാവരും പോലെ സൗജന്യ യാത്രയാണ്. 5 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് നമ്മൾ പണം നൽകി ഹാഫ് ടിക്കറ്റ് തന്നെ എടുക്കണം. സാധാരണ നമ്മൾ എങ്ങനെയാണോ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നത്, അപ്പോൾ ഹാഫ് ടിക്കറ്റാണ് എടുക്കുന്നത്. അതിപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും. പക്ഷേ ഈ പ്രിയദർശിനി ബസ്സിൽ പെൺകുട്ടികൾക്ക് അത്തരത്തിൽ ടിക്കറ്റ് എടുക്കേണ്ട, പക്ഷേ ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് നിർബന്ധമായും എടുക്കണം. ഇനി കൂടെ പുരുഷന്മാർ യാത്രക്കാരായിട്ട് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുക്കണോ? സ്ത്രീയാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റാണ്, പക്ഷെ കൂടെ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവർക്കും സൗജന്യം ലഭിക്കുമോ എന്നുള്ള ചോദ്യം ഉയരും. അവർക്ക് സൗജന്യമൊന്നുമില്ല. പുരുഷന്മാർ കൂടെ ഉണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് വേറെ പ്രത്യേകമായിട്ടുള്ള ടിക്കറ്റ് തന്നെ നമ്മൾ എടുക്കണം ആ സമയത്ത്. ഇനി സ്ത്രീയല്ല പുരുഷന്മാരാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇനി പുരുഷന്മാരാണ് ടിക്കറ്റ് എടുക്കുന്നത് പക്ഷേ കൂടെ സ്ത്രീ ഉണ്ട് എങ്കിൽ അതും നമ്മൾ കൃത്യമായിട്ട് കണ്ടക്ടറോട് പറഞ്ഞാൽ മതി. തനിക്ക് വേണ്ട ടിക്കറ്റ് എടുക്കുക, കൂടെ സ്ത്രീ ഉണ്ടെങ്കിൽ സ്ത്രീക്ക് സൗജന്യമായിട്ടുള്ള ടിക്കറ്റ് മെഷീനിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് ഈ കാര്യം പറയണം. അത് കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്. ഇതെല്ലാം കൃത്യമായി പറഞ്ഞിട്ട് വേണം, കണ്ടക്ടറോട് പറഞ്ഞിട്ട് വേണം കണ്ടക്ടർ മെഷീനിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ എന്നുള്ളതാണ്. ഇനി സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകൾക്ക് ലഗേജ്, കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ അതിലും സൗജന്യമുണ്ട് എന്നുള്ളതാണ്. അത് നിലവിൽ ഓർഡിനറിയിൽ ഉള്ളതുപോലെ തന്നെ 15 കിലോ ലഗേജ് വരെ സൗജന്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതിന് വേറെ സെപ്പറേറ്റ് ആയിട്ട്, ഇനി ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ കൂടെ ലഗേജ് ഉണ്ട്, അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണോ, വേറെ പ്രത്യേകം ടിക്കറ്റ് എടുക്കണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. ഇല്ല, 15 കിലോ വരെ ആണെങ്കിൽ സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെ സൗജന്യമാണ്. ഇനി സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം, ഓർഡിനറി ബസ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. എല്ലാ ബസ്സുകളിലും യാത്ര ചെയ്യാൻ പറ്റില്ല. ഇനി ഓർഡിനറി ബസ്സുകൾ തന്നെ പലതരമുണ്ട്, അതിലെല്ലാം കയറി പോകാൻ പറ്റുമോ എന്നുള്ളതും നമുക്കറിയില്ല. അതിൽ കൃത്യമായിട്ട് പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിൽ ഈ ബസ്സുകളിൻ്റെ മുന്നിൽ പ്രിയദർശിനി എന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ ആ ബസ്സുകളിൽ സ്ത്രീകൾക്ക് പോയി കയറാം. യാതൊരു ആശങ്കയും വേണ്ട. സൗജന്യമായിട്ട് തന്നെ ടിക്കറ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ പലയിടത്തു നിന്നൊക്കെ ഉള്ള ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ഈ ബസ്സുകളിലൊക്കെ ഈ പ്രിയദർശിനി സ്റ്റിക്കർ പതിപ്പിക്കുന്ന നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെയാണ് ഈ ഒരു ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.